ഒരു കാര്യം ചോദിക്കട്ടെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ മിഡ്ഫീൽഡിന്റെ ബോസായ റോഡ്രി ബാഴ്സയിലേക്ക് പോകുന്ന ഒരു വാർത്ത വന്ന ബാഴ്സ ഫാൻസ് എന്ത് ചെയ്യും? അതിന് കാരണമുണ്ട്. ഫുട്ബോൾ വേൾഡിൽ ഇപ്പോൾ പുതിയൊരു റൂമർ വന്നിട്ടുണ്ട്. റോഡ്രി ടു ബാഴ്സലോണ സൈനിങ് നടക്കോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ നല്ല ആക്റ്റീവായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് മിക്കവാറും ഫുട്ബോൾ മാർക്കറ്റിലെ ഒരു വലിയ ട്രാൻസ്ഫർ ഗോസിപ്പായി മാറാനുള്ള ചാൻസാണ്. എങ്കിലും എൻ്റെ അടുത്ത വീഡിയോ ഇതാണ്, റോഡ്രി ബാഴ്സലോണയിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്ര പെട്ടെന്ന് എന്താണ് ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടന്നതെന്നറിയാം. റയൽ മാഡ്രിഡ് എൻട്രി ചെയ്യുന്നു. റയൽ മാഡ്രിഡ് റോഡ്രിക്ക് വേണ്ടി സിറ്റിയെ സമീപിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് റോഡ്രി ഓൾറെഡി അതിന് എസ്സും മൂളിട്ടില്ല, നോയും മൂളിട്ടില്ല. അങ്ങനെയാണ് ബാഴ്സലോണ അവിടെ എൻട്രി ചെയ്യുന്നത്. റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു നല്ല പ്ലെയറാണ്. മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ റോഡ്രി കഴിഞ്ഞ് വേറൊരാളുള്ളൂ. ബോൾ ക്യാരിങ് എബിലിറ്റി, ബോൾ കൈ കിട്ടിയ കാമാണ്, പ്രഷർ സിറ്റുവേഷൻ കാമായിട്ട് കൺട്രോൾ ചെയ്യും, ടീമിനെ ഒത്തണക്കത്തോടെ കൊണ്ടുപോകും. ഇതൊക്കെ റോഡ്രിയുടെ ഒരു ഗുണമാണ്. ടോണി ക്രൂസ് പോയതിനു ശേഷം പൊട്ടിക്കിടന്ന ഒരു മിഡ്ഫീൽഡാണ് റയൽ മാഡ്രിഡിന്റെ. അതുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഓൾറെഡി സിറ്റിയെ അപ്രോച്ച് ചെയ്ത് റോഡ്രിക്ക് വേണ്ടി. അവിടെ വെച്ചാണ് കഥ ഇൻട്രസ്റ്റ് ആകുന്നത്. റയൽ മാഡ്രിഡിന്റെ ടോക്സ് സ്ലോ ആകുന്നു. ആ അവസരത്തിൽ ബാഴ്സലോണ അവിടെ എൻ്റർ ആകും. അങ്ങനെ ബാഴ്സ സിറ്റിയോട് പറയുന്നു, ബ്രോ മാഡ്രിഡ് ബിസി ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ആ ടാക്സിൽ ഓക്കെയാണ്. എന്തിനാണ് ബാഴ്സലോണയ്ക്ക് റോഡ്രിയുടെ ആവശ്യം? ടാലന്റുകളുടെ ഒരു കൂട്ടമാണ് ബാഴ്സലോണ, പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ. പെഡ്രി, ഗാവി, ഡാനി ഓൾമോ, അങ്ങനെ പിള്ളേരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. ഇപ്പോൾ ബാഴ്സലോണയുടെ ആവശ്യം ഒരു സ്ട്രൈക്കറോ ഒരു ഫുൾ ബാക്കോ ആയിരുന്നു. പക്ഷെ അവിടേക്ക് ആ ടോക്ക് പോകാതെ ബാഴ്സലോണ ഈ റോഡിലേക്ക് പോയതിന്റെ ആവശ്യം എന്താണ്? ചാമ്പ്യൻസ് ലീഗ് പോലുള്ള ഗെയിമുകളിലേക്ക് നല്ലൊരു ബിഗ് മെന്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ റോഡ്രിയെ കൊണ്ട് കഴിയും. ഓൾറെഡി ഡിജോങ് പരിക്കിന്റെ പിടിയിലാണ്. ആ പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതനാകാൻ ഡിജോങ് കുറെ ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് റോഡ്രിയിലേക്ക് ഒരു ടോക്ക് ബാഴ്സലോണ ചെയ്യുന്നത്. റോഡ്രി വന്നാൽ മിഡ്ഫീൽഡിൽ ഒരു കൺട്രോൾ കിട്ടും, നല്ല ബാലൻസ്ഡ് മെന്റാലിറ്റിയാണ്. കൂടാത്തതിന് ഒരു ബാലൻഡിയോർ വിന്നർ കൂടിയാണ് റോഡ്രി. അപ്പോൾ ഡെക്കോ പറയുന്നത്, ടാലന്റൊക്കെ ആവശ്യത്തിന് ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ റോഡ്രി ഞങ്ങളുടെ ടീമിൽ ഒരു അസറ്റായി മാറും. ഓൾറെഡി ഹൂലിൻ അൽവാരസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ബാഴ്സലോണ ഇത്രയും ക്യാഷ് മുടക്കി റോഡ്രിയെ ഇനി എങ്ങനെ കൊണ്ടുവരും? അവിടെയാണ് എന്നെ പോലുള്ള ബാഴ്സലോണയുടെ ഫാൻസ് സ്ലൈറ്റ്ലി ഒന്ന് വറീഡ് ആവേണ്ട ചാൻസ്. കാരണം ട്രാൻസ്ഫർ മാർക്കറ്റിൽ പോയി ആരുടെ പേര് പറയുന്നതും ആർക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നതും ഒരു ഈസി കാര്യമാണ്. ഇനി ബാഴ്സലോണ ഒരു പ്ലെയറിനെ വേണമെന്ന് പറഞ്ഞാൽ മാത്രം ഈ ഡീല് നടക്കില്ല. ഫാബ്രിസോ പറയുന്ന അനുസരിച്ച് ഡീല് ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട്, നടക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റി അംഗീകരിക്കണം, റോഡ്രി സമ്മതിക്കണം. അങ്ങനെ കുറെ നൂലാമാലുകൾ ഇതിന്റെ പുറകെയുണ്ട്. റൂമർ ചർച്ചകളിലും ഇൻസ്റ്റഗ്രാം ചർച്ചകളിലും റോഡ്രിയുടെ ട്രാൻസ്ഫർ ഓൾറെഡി ബാഴ്സലോണയിൽ നടന്നു കഴിഞ്ഞു. പക്ഷെ അത് ഇനിയും സംഭവിക്കാൻ ഒരുപാട് നൂലാമാലകൾ ബാക്കിയാണ്. ഇവിടെയാണ് നമ്മൾ മാഡ്രിഡിന്റെ ഡ്രാമയെ പറ്റി ചർച്ച ചെയ്യേണ്ടത്. ആക്ച്വലി റോഡ്രിയെ മാഡ്രിഡിനാണ് ആവശ്യം. അവരുടെ പൊട്ടിക്കിടക്കുന്ന മിഡ്ഫീൽഡിലേക്ക് നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ ആയിരുന്നു ആവശ്യം. ടോണി ക്രൂസ് പോയിന്റെ വിടവ് നികത്താൻ അവർ നല്ലൊരു മിഡ്ഫീൽഡറെ നോക്കി നടക്കുകയായിരുന്നു. എന്തുകൊണ്ടോ മാഡ്രിഡുമായിട്ടുള്ള ആ ട്രാൻസ്ഫർ നെഗോസിയേഷൻ പാളി. അങ്ങനെയാണ് അവിടെ ബാഴ്സലോണ എൻട്രി ചെയ്യുന്നത്. ഫുട്ബോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് എനിക്കൊരു മാരേജ് പ്രപ്പോസൽ സൈറ്റ് പോലെയാണ്. ഒരാൾ പോയി അപ്രോച്ച് ചെയ്യും, മറ്റൊരാൾ ചിലപ്പോൾ അതിനെ കെട്ടിക്കൊണ്ടുപോകും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്റെ നോട്ടത്തിൽ ബാഴ്സലോണ ഇപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുക എന്നാണ് ബാഴ്സലോണയുടെ ഒറ്റ മൈൻഡ്. ഇമാജിൻ ദിസ്, ഇഫ് റോഡ്രി ഗോസ് ടു ബാഴ്സലോണ. അവിടെ ഓൾറെഡി ഒരു ടാലന്റിന്റെ നിര തന്നെയുണ്ട്. പെഡ്രി, ഗാവി, ഡാനി ഓൾമോ, ഫെർമിൻ ലോപ്പസ്, പിന്നെ കുറെ ചെറിയ പുള്ളികൾ. അങ്ങനെ ടാലന്റിന്റെ ഒരു കൂട്ടം തന്നെയുള്ള അതിനിടയിലേക്കാണ് റോഡ്രി കൂടെ ചെന്ന് ചേരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, റോഡ്രിയുടെ മിഡ്ഫീൽഡ് കൺട്രോൾ, പെഡ്രിയുടെ ക്രിയേറ്റിവിറ്റി, ഗാവിയുടെ എനർജി, ഫെർമിൻ ലോപ്പസിന്റെ എനർജി, ഡാനി ഓൾമോയുടെ കൺട്രോള്, ഇൻസൈൻ ഫുട്ബോൾ മിഡ്ഫീൽഡ് ബാഴ്സ ഭരിക്കാൻ പോവുകയാണ്. ഇനി ഇത്ര ഒരു നിരയുണ്ടെങ്കിലും കളിക്കേണ്ടത് പിച്ചിലാണല്ലോ, പേപ്പറിലല്ലല്ലോ കളിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താകുമെന്നറിയാം. പക്ഷെ ഫുട്ബോൾ വലിയ നിയമം കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിച്ചിലാണ് കളി വേണ്ടത്. ആ പിച്ചിലെ കളി ഉണ്ടെങ്കിൽ മാത്രമേ ബാഴ്സലോണയ്ക്ക് ഇനി ചാമ്പ്യൻസ് ലീഗ് എന്നൊരു സ്വപ്നത്തിലേക്ക് കടക്കാൻ കഴിയൂ. ആസ് എ ഹാർഡ് കോർ ബാഴ്സ ഫാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഇഫ് റോഡ്രി കംസ് ടു ബാഴ്സലോണ, ഇറ്റ് വുഡ് ബി മെമ്മറബിൾ. ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ചാൻസ് ടു വിൻ ചാമ്പ്യൻസ് ലീഗ്. പക്ഷേ
ഈ ട്രാൻസ്ഫർ ഫിനാൻഷ്യലി എത്രത്തോളം സക്സസ് ആവും എന്നാണ് അടുത്ത ചോദ്യം. ഹൂലിൻ അൽവാരസിന് വേണ്ടി നല്ലൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബാഴ്സലോണയ്ക്ക് ഇനിയും ഒരു 80 മില്യണോ കൊടുത്ത് റോഡ്രിയെ ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതോ തന്റെ റിട്ടയർമെന്റ് ലൈഫ് സ്പെയിനിൽ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന റോഡ്രിക്ക് ബാഴ്സലോണയെ ആവശ്യമുണ്ടോ? എനിക്ക് സംശയം ഉളവാക്കുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്രയും എസ്റ്റാബ്ലിഷ് ആയ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരു വലിയ നെയിമുള്ള റോഡ്രി എന്തിന് അവിടം വിട്ട് ഒരു താരതമ്യേന ചെറിയൊരു ക്ലബായ ബാഴ്സലോണയിലേക്ക് നോക്കുന്നു? സിറ്റി ആണെങ്കിൽ ഒരു പ്രീമിയർ ലീഗ് ക്ലബ്ബ്, ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തിട്ടുണ്ട്, കുറെ ട്രോഫികളുണ്ട്. സിറ്റിയിലെ ഒരു അസറ്റ് പ്ലെയർ ആണ് റോഡ്രി. എന്റെ ബലമായ സംശയം ന്യൂ ചലഞ്ചസ് ഏറ്റെടുക്കാനും സ്പെയിനിലേക്ക് തിരിച്ചുവരവുമാണ് റോഡ്രി ആഗ്രഹിക്കുന്നത്. ഇനി അതല്ല, സാധാരണ നടക്കുന്ന ട്രാൻസ്ഫർ റൂമേഴ്സ് പോലെ ഇതും ഒരു റൂമറായി മാറുമോ എന്നാണ് എന്റെ പിന്നെയും ഒരു ഹാർഡ് കോർ ബാഴ്സ ഫാനായ ഒരു ചോദ്യം. അപ്പോൾ സാധാരണയായിട്ട് നടക്കുന്ന കുറച്ച് ഗോസിപ്പുകൾ പറയാം. ഒരു പ്ലെയർ ബാഴ്സലോണയുടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചാലോ, ബാഴ്സലോണ ഒരു ടീഷർട്ട് നോക്കിയാലോ, ഇനി സ്പെയിനിലേക്ക് ഒന്ന് ട്രാവൽ ചെയ്താലോ ഓൾറെഡി അവിടെ ഒരു ഗോസിപ്പ് ഇതാവുകയാണ്. ഹിയർ വി ഗോ, റോഡ്രി ടു ബാഴ്സലോണ. പക്ഷെ ഇതൊരു ഗോസിപ്പായിട്ട് മാത്രം അവിടെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ബാഴ്സ ഫാൻസ്, റോഡ്രി ബാഴ്സലോണയുടെ ഭാഗമായി എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇനിയും കടമ്പകൾ ഏറെ ഉണ്ട്. അപ്പോൾ റോഡ്രി ബാഴ്സലോണയിലേക്ക് പോകുമോ? റൂമറുകൾ അനുസരിച്ച് എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നത് ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ റയൽ മാഡ്രിഡിനെ നമ്മൾ വീണ്ടും പേടിക്കണം. ക്യാഷിന്റെ ഒരു വലിയ കൂടാരം തന്നെ അവരുടെ കയ്യിലുണ്ട്. ഡീൽ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ബാഴ്സ ഒരു 50 മില്യൺ ഓഫറാണ് സിറ്റിക്ക് വെച്ചിരിക്കുന്നത്. അത് സിറ്റി അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. റോഡ്രിയെ പോലെ ഒരു പ്ലെയറിന് 50 മില്യൺ ഒന്നും സിറ്റി അംഗീകരിക്കാൻ ഒരു വഴിയുമില്ല. നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. ഡെക്കോ ആക്റ്റീവാണ്. അതുകൊണ്ട് ബാഴ്സ ഫാൻസ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. നമുക്ക് ട്രൈ ചെയ്യാം, പ്രേ ചെയ്യാം ബാഴ്സ സിറ്റി ആ ഡീൽ നടക്കാൻ വേണ്ടി. ഇനി ഫെയർവെൽ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റി ഫാൻസിനോട് പറയാനുള്ളത്, നിങ്ങളും വെയിറ്റ് ചെയ്യൂ. ഇത് ഫുട്ബോൾ ട്രാൻസ്ഫർ മാർക്കറ്റാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? റോഡ്രി ബാഴ്സലോണയിലേക്ക് പോകുന്നത് ഒരു നല്ല മൂവാണോ, അതോ സിറ്റിയിൽ തന്നെ തുടരണമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണേ. എൻ്റെ ആദ്യത്തെ ഒരു ഫുട്ബോൾ റിവ്യൂ വീഡിയോ ആണ്. ഫുട്ബോൾ അല്ല, ഒരു റൂമർ റിവ്യൂ വീഡിയോ. ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണും, എങ്കിലും സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക് യു. ബിജോ.